നിയന്ത്രണ രേഖയിൽ വീണ്ടും പാക് പ്രകോപനം. ഉറി, സാംബ, പത്താൻകോട് മേഖലകളിൽ ഡ്രോൺ ആക്രമണം, അക്നൂറിലും വെടിവയ്പ്. ആക്രമണം സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് പാക് ഡ്രോണുകൾ തകർത്ത ഇന്ത്യ. പാക് ആക്രമണങ്ങൾ സ്ഥിരീകരിച്ച സർക്കാർ. ആക്രമണത്തിന് തുർക്കി ഡ്രോണുകൾ ഉപയോഗിച്ചു. സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചു. പാകിസ്ഥാൻ ക്രിസ്ത്യൻ സ്കൂളുകളിൽ ആക്രമിച്ചു. 2 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു. പാകിസ്ഥാൻ വർഗീയ ചേരിതിരിവിന് ശ്രമം നടത്തുന്നുവെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി. ഓപ്പറേഷൻ സിന്ദൂറിൽ ആന്ധ്ര സ്വദേശിയായ ജവാന് വീരമൃത്യു. എം മുരളി നായ് കൊല്ലപ്പെട്ടത് നിയന്ത്രണ രേഖയിലെ പാക് വെടിവെപ്പിൽ. ഡൽഹിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജവാന് ആദരാഞ്ജലി അർപ്പിച്ച് രാജ്യം. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾ മാറ്റി. മന്ത്രിസഭായോഗ തീരുമാനം അറിയിച്ചു മുഖ്യമന്ത്രി. തീരുമാനം ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,24,583. വിജയശതമാനം 99.5. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 61,449. സംസ്ഥാനത്ത് SSLCക്ക് 99.5% വിജയം. ഫലം പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 4,24,583 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനം കൂടുതൽ കണ്ണൂർ ജില്ലയിൽ. ഏറ്റവും കൂടുതൽ A+ മലപ്പുറത്ത്. IPS തലപ്പത്ത് അഴിച്ചുപണി. മനോജ് എബ്രഹാം വിജിലൻസ് ഡയറക്ടർ. യോഗേഷ് ഗുപ്ത ഫയർഫോഴ്സ് മേധാവിയാകും. MR അജിത് കുമാർ എക്സൈസ് കമ്മീഷണർ. മഹിപാൽ യാദവ് ക്രൈംബ്രാഞ്ച് മേധാവിയാകും. മലപ്പുറം വളാഞ്ചേരിയിൽ നിപ്പ സ്ഥിരീകരിച്ച 42-കാരിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. രോഗിയുടെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടു. സമ്പർക്ക പട്ടികയിലുള്ളത് 58 പേർ.